തിരുനാവായയിൽ നടക്കുന്ന മഹാമാങ്കം കുംഭമേളയുടെ ഭാഗമായുള്ള രഥയാത്ര 21, 22 തീയതികളിൽ പാലക്കാട് പ്രയാണം നടത്തും. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തിരുമൂർത്തിയിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് 21 രാവിലെ 8:30 കൽപ്പാത്തിയിൽ ആദ്യ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ ഭാഗങ്ങളിലെ സ്വീകരണത്തിന് ശേഷം അന്നേ ദിവസം കുത്താമ്പുള്ളിയിൽ സമാപിക്കും. 22 ചിനക്കത്തൂരിൽ നിന്നും പ്രയാണം തുടങ്ങി വാണിയംകുളം, കുളപ്പുള്ളി, പട്ടാമ്പി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകിട്ട് 5 തിരുനാവായയിൽ സമാപിക്കും. നദീപൂജയ്ക്കും പുണ്യസ്നാനത്തിനും സത്സംഗത്തിനും കുംഭമേള വേദിയാകും. ജനുവരി 16 മുതൽ മാഘമാസത്തിലെ മകം നക്ഷത്രമായ ഫെബ്രുവരി 3 വരെയാണ് തിരുനാവായയിൽ മാഘമഹോത്സവം കൊണ്ടാടുന്നത്. ദേശത്തിന്റെയും ജനങ്ങളുടെയും അഭിവൃദ്ധിക്കും രക്ഷയ്ക്കുമായാണ് മഹാമംഗം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. പി അരവിന്ദാക്ഷൻ, കെ പി സന്തോഷ്, ഡോക്ടർ ഷിബു, സന്തോഷ് കുന്നത്ത്, പി മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാവാമൂന്ന് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് 2016 മുതൽ അവിടെ ഈ മഹാമാഘ മഹോത്സവം കൊണ്ടാടുകയാണ്. കഴിഞ്ഞ വർഷവും ഇതിൻ്റെ ഭാഗമായി അവിടെ ആഘോഷങ്ങൾ നടന്നിരുന്നു. ഈ മകരമാസത്തിലാണ് അത് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ രഥയാത്ര ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ ഈ വർഷവും പരിപാടി ഒന്ന് വിപുലമാക്കണം എന്ന രീതിയിൽ നവംബർ 23 അവിടെ സ്വാഗത സംഘം രൂപീകരിച്ച് കേരളത്തിലെ ഒരുവിധം സന്യാസിമാർ, അതേമാതിരി ആധ്യാത്മിക സംഘടനാ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് ഈ 16 തീയതി മുതൽ അവിടെ വിപുലമായ പരിപാടികൾ, ആരതി, അതേമാതിരി വിശേഷാൽ പൂജകൾ, അതേമാതിരി സ്നാനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ വിപുലമായ പരിപാടി ഈ വർഷം ആഘോഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 19 തീയതി നാളെ കാലത്ത് 11 മണിക്ക് കേരള ഗവർണർ ഔപചാരികമായി അതിൻ്റെ ഉദ്ഘാടനം